did our disappear? Hey guys, welcome back to my YouTube channel. Tales. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദ ഡാർക്ക് സൈഡ് ഓഫ് സോഷ്യൽ മീഡിയ അൽഗോരിതംസ്. ഇത് കേൾക്കുമ്പോൾ ആദ്യം എന്താ മൈൻഡിൽ വരുന്നത്? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെ കുറേ സാധനങ്ങൾ വരും. എന്താ അൽഗോരിതം? അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. സോ ബിഫോർ ദാറ്റ് ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്താ, നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 40 minutes later you are still scrolling your Instagram or any social media. അല്ലെ, നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ഒന്നും പ്ലാൻ ചെയ്തില്ല, അത് കാണണം എന്ന് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ല കാണുന്നത്. ബട്ട് യു ആർ സ്റ്റിൽ വാച്ചിങ് ഇറ്റ് ആൻഡ് യു ആർ നോട്ട് സെർച്ചിങ് ഫോർ എ പർട്ടിക്കുലർ വീഡിയോ. നിങ്ങൾ ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല, ബട്ട് യു വെയർ സ്ക്രോളിങ്. അല്ലെ, വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, ഓരോ വീഡിയോസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അല്ലെ, until you finally look at the time and think, wait, how did an hour disappear? എങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? നമ്മള് ടൈം ഒന്നും നോക്കാതെ ജസ്റ്റ് സിംപ്ലി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലെ, അവിടെ നമ്മൾ ടൈം നോക്കുന്നില്ല, ഒന്നും തിങ്ക് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ്സ് വെയർ ദ സ്റ്റോറി ഗെറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ഫീഡിനെ കുറിച്ച് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി. നിങ്ങൾ ശരിക്കും കാണുന്ന തിങ്സ് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും നിങ്ങളുടെ ഫീഡിൽ വരുന്നത്. ആൻഡ് യുവർ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്, യുവർ ഫേവറേറ്റ് കോണ്ടന്റ്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ സെർച്ച് ചെയ്ത കൈൻഡ് ഓഫ് ടോപ്പിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഫീൽഡിൽ കൂടുതലും വരുന്നത്. അല്ലെ, അല്ലെങ്കിൽ ജസ്റ്റ് മുന്നേ സെർച്ച് ചെയ്ത ആ ഒരു ടൈപ്പ് കോണ്ടന്റ് ആയിരിക്കും വീണ്ടും വീണ്ടും നമ്മുടെ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണണം, അല്ലെങ്കിൽ നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മുടെ ഫീൽഡിലെ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദാറ്റ്സ് ബിക്കോസ് മോഡേൺ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു കോണ്ടന്റ് തരുവല്ല ചെയ്യുന്നത്. റാൻഡം ആയിട്ടുള്ള കോണ്ടന്റ് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല. അത് ശരിക്കും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അനുസരിച്ച്, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്കുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ നമുക്കുള്ള റീൽസ് അത് സജസ്റ്റ് ചെയ്യുന്നത്. അവർ ജസ്റ്റ് എന്താ പറയാ, കുറെ സിഗ്നൽസ് കളക്ട് ചെയ്യാണ് അതിൽ നിന്ന്. എത്ര ടൈം നമ്മൾ ആ ഒരു റീൽ വാച്ച് ചെയ്തു, എന്ത് കൈൻഡ് ഓഫ് റീലാണ് നമ്മൾ എപ്പോഴും കാണുന്നത്, നമ്മൾ ഷെയർ ചെയ്യുന്ന ഇങ്ങനത്തെ ടൈപ്പാണ്, നമ്മൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളയാണോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വാച്ച് ചെയ്യുന്നുണ്ട്. മില്യൻസ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. എന്നെ പോലെ ഇപ്പോൾ വേറൊരാൾ കാണും, നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ നിങ്ങൾ കാണാറുള്ളൂ. അതന്നെ സംഭവം. നമ്മളിങ്ങനെ കാണുന്നു, ഇത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇത് വാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ആ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ ലോഞ്ച് ചെയ്യാണ്. നമ്മൾ എങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്നുള്ളത് അതിങ്ങനെ വാച്ച് ചെയ്യും. നമ്മളെ സർപ്രൈസിംഗ്ലി ആ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അതിങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കറക്റ്റ് അല്ലേ? ആൻഡ് അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇതിന് എൻഡിങ് ഉണ്ടോ? എവിടെ? സ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, ഒരു എൻഡിങ്ങും ഇല്ല. അല്ലെ, വേറൊരു കൈൻഡ് ഓഫ് വീഡിയോ ട്രാപ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈവൻ ഒരു രാത്രി ഒരു 11:30 ആകുമ്പോൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കാന്ന് വെച്ചു, അല്ലെങ്കിൽ ഈവൻ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇനി ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കാണുന്നു. പക്ഷേ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു വീഡിയോ ഇത് കൊള്ളാം, വീണ്ടും ഒരു വീഡിയോ കൂടെ കാണാം. അങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ട് നമ്മുടെ ടൈം പോകും. ഈവൻ നമ്മളൊരു 12:30 ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം സാധനം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു കൈൻഡ് ഓഫ് ട്രാപ്പാണ്. നമ്മളത് എൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പറയും, ഒരു വീഡിയോ ഇവിടെ കാണാം, അല്ലെങ്കിൽ ഇത്രയല്ലേ ആയുള്ളൂ, ഇനി കുറച്ച് സമയം കൂടി, ഒരു 5 മിനിറ്റും കൂടി കാണാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു പെർട്ടിക്കുലർ എൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബോറടിച്ചാലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, അടുത്ത വീഡിയോ കാണാം, അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുക. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ്, ഇൻസ്റ്റഗ്രാം അൽഗോരിതം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അൽഗോരിതം നമ്മളെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു ടൈമാണ്. ഒരു പർട്ടിക്കുലർ റീൽ എത്തുമ്പോൾ നമ്മൾ അതൊരു 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത്, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മനസ്സിലാവുന്നു, ഇത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഇതേ കണ്ടന്റ് കൊടുക്കാം. അങ്ങനെ വീണ്ടും വീണ്ടും അത് കോണ്ടന്റ്സ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു റീൽ അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡം ആയിട്ട് വന്നെന്ന് വിചാരിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഇതെനിക്ക് കണക്ട് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞ് ഇത് വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോസ്റ്റ് നമ്മളിങ്ങനെ വാച്ച് ചെയ്യും. അതിനുശേഷം വരുന്ന എല്ലാം മധുര റീൽസ് ആയിരിക്കും. അല്ലെ, നമ്മുടെ മൂഡിനനുസരിച്ച് അങ്ങനത്തെ ഒരു കോണ്ടന്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അൽഗോരിതം അതിനനുസരിച്ച് വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അത് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ കാണിക്കുന്നത് അതിനനുസരിച്ചുള്ള കോണ്ടന്റ് ആണ് നമുക്ക് തന്നോണ്ട്. ഇപ്പോൾ ഇമാജിൻ ചെയ്യാം, നമ്മളൊരു നോർമൽ ഒരു ഡേ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ റീൽസ് വാച്ച് ചെയ്യാന്ന് പറഞ്ഞ് ജസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ആക്കുന്നു. ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന എന്താ? ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോബിന്റെ വീഡിയോ, അല്ലെങ്കിൽ പുതിയ കാർ മേടിച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും ജസ്റ്റ് സമൺ ഗോട്ട് മാരീഡ്, അല്ലെങ്കിൽ എന്താ വർക്ക്ഔട്ടിങ്, പുതിയ ബിസിനസ്, അങ്ങനെ കുറെ
റീൽസ് ഇങ്ങനെ നമുക്ക് സജഷൻ വരും. അപ്പൊ ആ റീൽസും നമ്മളെ നമ്മൾ കമ്പയർ ചെയ്യും. ഓ 20 വയസ്സിൽ ആ കൊച്ചിന് ജോലി കിട്ടി, പക്ഷെ 20 വയസ്സായപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ ആ കുട്ടി അത് ചെയ്തു, അല്ലെങ്കിൽ അവരെങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു, നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു കമ്പാരിസൺ നടത്തും. അപ്പൊ അങ്ങനെയും കുറെ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് കമ്പയർ ചെയ്യും ആ റീലിനെ. ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഇങ്ങനെ റീൽസ് ഒക്കെ വാച്ച് ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ മൂഡ് നമ്മൾ തന്നെ സ്പോയിൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ അൽഗോരിതം ഒരിക്കലും തിങ്ക് ചെയ്യുന്നില്ല എനിക്ക് അതിന്റെ ആ ഒരു ടൈം റൂയിൻ ചെയ്യണം അല്ലെങ്കിൽ ആ ലൈഫ് റൂയിൻ ചെയ്യണം എന്ന് അൽഗോരിതം അല്ല ചിന്തിക്കുന്നത്, നമ്മൾ തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ അവിടെ ഇരുന്ന് ആ ഇൻസ്റ്റാഗ്രാം ഫീഡ് വരുന്ന സാധനങ്ങളെല്ലാം ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ തന്നെ വിചാരിക്കും അയ്യോ എന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയില്ല, അവരൊക്കെ ചുമ്മാ അത് ചെയ്ത് ഫേമസ് ആയി പോയി, അല്ലെങ്കിൽ അവരൊക്കെ നല്ല ബെറ്റർ ലൈഫാണ്, ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തന്നെ നമ്മളെ സ്പോയിലാക്കി കളയാം. ഒരു അൽഗോരിതത്തെ നമുക്ക് കംപ്ലൈന്റ് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്തു അത്. ആൻഡ് അതേപോലെ തന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോണ്ടന്റ് കണ്ടു, അപ്പൊ അത് നമ്മൾ വീണ്ടും കാണുമ്പോൾ അതേ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത മിസ്ലീഡിംഗ് ആണ്, ഇത് സ്റ്റോപ്പ് ചെയ്യും എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ആവുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഫീഡിൽ വരുന്നു. അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ പറയും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ ഞാൻ അതുപോലെ ചെയ്തതാണ്. അങ്ങനെ പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നോ യൂസ്. നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യണം, നമുക്ക് എവിടെ കാണണ്ട, എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നതാണ് നമ്മൾ തന്നെയാണ്. അല്ലാതെ ഒരു അൽഗോരിതത്തിന് നമ്മളെ ഫോഴ്സ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് റാൻഡം ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വീണ്ടും അതേ ടൈപ്പ് കണ്ടന്റ് വരും. അപ്പൊ അത് നിങ്ങൾ ആദ്യം അത് റിയലൈസ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം വരുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മളെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇനി ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് സ്ക്രോൾ ചെയ്യാന്ന് മൈൻഡിൽ തിങ്ക് ചെയ്യുമ്പോൾ ഇതൊന്നും ആലോചിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ്. ഈ ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരെ ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം സ്റ്റിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് വി ഓൾ ആർ ഇൻ ദാറ്റ് ലൂപ്പ്. എനിക്ക് ലാസ്റ്റ് എൻഡ് ചെയ്യാനുള്ള കാര്യം കൂടി പറയാനുള്ളൂ. നിങ്ങൾക്കൊരു പവർഫുൾ തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം എവിടെ ഞാൻ അറ്റൻഷൻ കൊടുക്കണം, എവിടെ ഞാൻ അറ്റൻഷൻ കൊടുക്കരുത്, ഞാൻ എന്ത് കാര്യം ചെയ്യണം, എന്ത് കാര്യം ചെയ്യണ്ട എന്നുള്ളത് നിങ്ങൾ തന്നെ തിങ്ക് ചെയ്ത് ലോജിക്കലി എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക. ആൻഡ് വെറുതെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ മാത്രം കുറ്റം പറഞ്ഞ് കളയാതെ നിങ്ങൾ കാണുന്ന വീഡിയോസിനെ കുറിച്ചും നിങ്ങൾ കൊടുക്കുന്ന ലൈക്സിനെ കുറിച്ചും ഒരു അവയർനെസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ചുമ്മാ ഓരോന്ന് ലൈക്ക് കൊടുത്ത് പോകുമ്പോൾ അവിടെ ഇൻസ്റ്റഗ്രാം എന്താ ചെയ്യുന്നത്, അതേ കൈൻഡ് ഓഫ് സാധനങ്ങൾ വീണ്ടും റിപ്പീറ്റേഴ്സ് തന്നുകൊണ്ടിരിക്കും. അപ്പൊ തിങ്ക് ചെയ്യേണ്ടത് അതിന്റെ മിസ്റ്റേക്ക് അല്ല, നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മളാണ് അത് കാണാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യാണ് അല്ലെ. അപ്പം നെക്സ്റ്റ് ടൈം ഒരു റീൽ അല്ലെങ്കിൽ ഒരു വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ തിങ്ക് ചെയ്യുക ഇത് ഞാൻ കാണണോ വേണ്ടേന്ന്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും ബൈ.